രാമായണത്തിന്റെ ട്രെയിലർ രാവിലെ 4:15 വന്നിട്ടുണ്ടായിരുന്നു. കുറെ പേരൊക്കെ ആ സമയത്ത് എത്തിച്ചിട്ട് റിയാക്ട് ചെയ്തായിരുന്നു. പക്ഷെ ഞാനതൊന്നും കാണാൻ പോയില്ല. എന്തായാലും ഏതാണ്ട് 4000 കോടിയോളം രൂപയാണ് ഇതിന്റെ രണ്ട് ഭാഗങ്ങളായിട്ടുള്ള ഈ സിനിമയ്ക്ക് മുടക്കിയിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഇതിന്റെ ഒരുപാട് പോരായ്മകൾ ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് VFXന്റെ കാര്യം. VFX പല സ്ഥലങ്ങളിലും ഒരു കാർട്ടൂണിഷ് ഫീലിംഗ് ആണ് എനിക്കുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കാസ്റ്റിംഗിലും ഒന്ന് രണ്ട് മിസ്കാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓവറോൾ വലിയൊരു ഗ്രാൻഡിയർ ആയിട്ടൊരു സെറ്റപ്പ് ആയിട്ട് നമുക്ക് ട്രെയിലറിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പെർഫെക്ഷൻ ഇല്ലാതെ പോലെ കുറെയൊക്കെ പോച്ചില് ഒരു VFXനകത്ത് ഒരു പെർഫെക്ഷൻ ഇല്ലാതെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൊത്തത്തിൽ ഈ ഒരു ട്രെയിലറിനകത്ത് രാവണനാണ് സ്കോർ ചെയ്തേക്കുന്നത്. അന്യായ സ്ക്രീൻ പ്രസൻസ് യഷിന്റെ. അത് പക്ക ആ ഒരു വില്ലൻ, ആ ഒരു രാവണനായിട്ടുള്ള ആ ഒരു എഫക്ട് നമ്മളിലേക്ക് കിട്ടുന്നുണ്ട് അത് കാണുന്ന സമയത്ത്. ത്രൂ ഔട്ട് രാവണനായിട്ട് പുള്ളി അങ്ങ് വിളയാടിയിരിക്കുകയാണ്. അതിന്റെ സ്ഥാനത്ത് രാമൻ നോക്കുന്ന സമയത്ത് എന്തോ ഒരു ചേർച്ചയില്ല. രാമൻ രൺബീർ കപൂർ ഭയങ്കര മിസ്കാസ്റ്റ് ആയിരുന്നു. ഒരു രാമനായിട്ട് നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല രാമനായിട്ട്. അതുപോലെ തന്നെ സീതയായിട്ട് സായി പല്ലവിയും ഒരു ഓറ ഫീൽ ചെയ്യുന്നില്ല. രാമനും സീതയ്ക്കും ഒരു ഓറ ഫീൽ ചെയ്യുന്നില്ല. അവർ രണ്ടുപേരും ഭയങ്കര മിസ്കാസ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ തോന്നാൻ ഒരു പക്ഷേ കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ RRR എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് രാംചരൺ രാമനായിട്ട് വന്ന് കണ്ടിട്ടുണ്ടല്ലോ. അത് ഒരു കിടിലൻ കാസ്റ്റിംഗ് ആയിരുന്നു. ആ കുറച്ച് സമയത്തേക്ക് ഉള്ളെന്നുണ്ടെങ്കിലും അത് കണ്ടുകൊണ്ടായിരിക്കാം രൺബീർ കപൂറും അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറിയും ആ ഒരു രാമൻ ആ ഒരു ക്യാരക്ടറിന് പറ്റിയതേ അല്ല. പിന്നെ രാവണനായിട്ടുള്ള യഷിന്റെ പെർഫോമൻസിനകത്ത് ഒരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറിയാണ്. അദ്ദേഹം ഹിന്ദി പറയുന്ന സമയത്ത് സ്ലാങ് വഴങ്ങാത്ത പോലെ ഒരു സൗത്ത് ഇന്ത്യൻ വന്ന് ഹിന്ദി പറയുന്നതായിട്ട് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്.